ഇപ്പോൾ കുറച്ചായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുനാഫയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുനാഫ നമുക്ക് ചീസ് വെച്ചിട്ട് മാത്രം ഫില്ലിങ് കൊടുത്തിട്ട് ചെയ്യാം, അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ഫ്യൂഷൻ പോലെ ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുനാഫ ഡോ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്, പിന്നെ ഞാൻ 1/2 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും, പിന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതും, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കുനാഫ ഡോ ഞാനിപ്പോൾ ഒരു 250 ഗ്രാമിൻ്റെ കുനാഫ ഡോ 240 റുപ്പീസിനാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പകുതി ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ 1 മണിക്കൂറോളം പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി തോന്നിക്കും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് കുറേ സമയം എടുക്കും, അതുകൊണ്ട് തന്നെ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അടിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഗീ ചേർത്താലും മതി, എന്തായാലും നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് കുനാഫ ഡോയിലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇതിന് പകരം പഞ്ചസാര ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ നിങ്ങൾ മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർക്കാം. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരാനാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്തത്. അപ്പോൾ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇത് കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം, പിന്നീട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ല കുറുകിയിട്ട് നല്ലൊരു ക്രീം പോലെ ആയിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്രീം ചീസിന് പകരം മൊസറല്ല ചീസ് തന്നെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ്, ഷ്രെഡഡ് ചീസായിട്ട് നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് 2 സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ട് വരും. എന്നിട്ട് ഇത് ഒന്ന് തണുക്കുന്നത് വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചീസൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് കുനാഫ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡോ പകുതിയോളം താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പാനിൻ്റെ അരികിൽ നല്ലപോലെ കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൈഡ്സിൽ കുറച്ചധികം വെക്കുക. അതിനുശേഷം ഇതുപോലുള്ള ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് നിന്നോളും. നമ്മൾ വെക്കുന്ന ഫില്ലിങ്സ് പുറത്തേക്ക് വരാനുള്ള ചാൻസും കുറവായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ എടുത്തിരിക്കുന്ന ടിന്നിൻ്റെ സൈഡിലേക്ക് പോകണ്ട, ഏകദേശം സൈഡ് ആവുന്നത് രീതിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുകളിൽ ബാക്കിയുള്ള കുനാഫ ഡോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിനേക്കാളും നല്ലത് കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചീസ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീസിൽ ബാക്കിയുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസൊക്കെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ഒരിക്കലും ചെയ്യരുത്, അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഇനി ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന കുനാഫ ഡോ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫില്ലിങ്സൊക്കെ നല്ല രീതിയിൽ കവറാവുന്ന രീതിയിൽ ഒന്നങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൈവച്ച് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനൊരു 10 മിനിറ്റോളം ഓവൺ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ഓവണിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റോളം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയത്. ഈ ഒരു രീതിക്ക് വന്നാൽ നമുക്ക് ഓവണിൽ നിന്ന് മാറ്റാം. എന്നിട്ട് സൈഡ്സൊക്കെ ഒന്ന് വിടർത്തിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഞാനിപ്പോൾ OTGയിൽ ബേക്ക് ചെയ്തുകൊണ്ടാണ് മുകളിൽ ഈ ഒരു ബ്രൗൺ കളറൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഗ്യാസ് സ്റ്റോപ്പിലാകുമ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ അടിയിലൊരു തട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അടിയിൽ ഉപ്പിട്ടിട്ടുള്ള മെത്തേഡിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗൺ കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു താവ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പിസ്താഷ്യൂ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പൊടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചതാണ് ഈ ഒരു ഷുഗർ സിറപ്പ്. അപ്പോൾ കുനാഫ ഏകദേശം ബേക്കായി വരുമ്പോൾ വേണം നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പ് നമ്മൾ നല്ല ചൂടോടുകൂടി വേണം ഈ ഒരു കുനാഫയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് വരും. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്